ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു ലൈഫ് ഓഫ് ലീ. ഞങ്ങളിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ്. വാഗമണ്ണിലെ ഓറഞ്ച് വാലി റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ 2 ദിവസത്തിനാണ് ഓറഞ്ച് വാലി ബുക്ക് ചെയ്തിട്ടുള്ളത്. പിക്സലും ഇതിലൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. പോകുന്ന റോഡ് നമ്മൾ തങ്ങൾപ്പാറ വഴിയാണ് പോകുന്നത്. ഇത് കണ്ടോ, അവിടെ അങ്ങോട്ട് പോകാനുള്ള അങ്ങോട്ട് വന്ന ടൂറിസ്റ്റുകളൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളോട് നമുക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇവിടെ ഒന്നും വേസ്റ്റ് ഇടരുത്. പ്ലാസ്റ്റിക് എവിടെ ഇടരുത്. നമ്മൾ കഴിയുന്നത് നമ്മളത് എടുത്ത് വെക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ബിന്നോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ എവിടെയൊക്കെ കണ്ടോ ഫുള്ള് പ്ലാസ്റ്റിക്. അതേപോലെ നമ്മൾ കയറുമ്പോൾ ഉള്ള വ്യൂ പോയിന്റിലൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. നല്ലൊരു ഫോട്ടോ പോലും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഓറഞ്ച് വാലി. അപ്പോൾ നമ്മളെ സ്ഥലത്ത് എത്താറായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് വാലി. ഈ മലയുടെ ഏറ്റവും മേലെയാണ്, നല്ല ഹൈറ്റിലാണ് ഉള്ളത്. ഇതാണ് അവിടേക്കുള്ള എൻട്രൻസ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ഓറഞ്ച് വാലി സ്റ്റേക്കേഷൻ വ്ലോഗ്. ഹലോ ഹലോ, നമ്മളിവിടെ എത്തിയിട്ടോ. അടിപൊളി പ്ലേസ് ആണ്. എങ്ങനെയുണ്ട് വ്യൂ? ഇഷ്ടായോ? ഈ റിസോർട്ടുള്ളത് ഈ മലൻ്റെ ഏറ്റവും മേലെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3500 അടിൻ്റെയൊക്കെ മേലെ ഉയരത്തിലാണ് ഈ റിസോർട്ടുള്ളത്. 2 ദിവസത്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കും. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ റൂം. ഇത് സ്മോൾ റൂം ആട്ടോ. 2 ബാൽക്കണി ഉണ്ട് ഇവിടെ. പുറത്തൊക്കെ നോക്കിയാൽ അടിപൊളിയാ. ഇവിടേക്ക് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. ഇതാണ് സെക്കൻഡ് ബാൽക്കണി. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് റിസോർട്ടിന്റെ ബാക്ക് സൈഡ് ആട്ടോ. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇവിടെ ഞങ്ങളൊരു 3:30 ആയപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്തത്. കുമരകത്ത് ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങൾ ആദ്യം പോയത്. അപ്പോൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ വഴിയിലൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും നിർത്തിയില്ല, ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലഞ്ച് കഴിക്കാൻ നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി. ലിയും മെമ്പറൊക്കെ എല്ലാവരും വിശന്ന് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവർക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ വഴിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാല വഴിയാണ് ഞങ്ങൾ വന്നത്. ലഞ്ച് ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയില്ല. ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല. നല്ല അടിപൊളി ഫുഡ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എമർ ഇങ്ങനത്തെ ഒന്നും അധികം കഴിക്കാത്തതുകൊണ്ട് നമ്മൾ അവരോട് ഒരു കഞ്ഞി ചോദിച്ചപ്പം അവനുള്ള കഞ്ഞിയൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് കാണാനിറങ്ങി. ഇവരുടെ മെയിനായിട്ട് ഇവർക്ക് പൂളിൽ പോകണം, പിന്നെ അതുപോലെ പാർക്ക് കാണണം, അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൂളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. പൂളും അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ കണ്ടാൽ പിന്നെ പോയിട്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. പൂളിന് നല്ല ഇഷ്ടമായിട്ട്. ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളാണ്. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട്. ഒരു മഴ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് പൂൾക്ക് പോയി. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഫുള്ള് മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. വെള്ളത്തിനാണെങ്കിലോ ഭയങ്കര തണുപ്പും. കുളിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സ്പോട്ട് പാർക്കാണ്. പാർക്കിലൊക്കെ കളിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ കുറേ കളിച്ചു. പിടിച്ചരാ, ഇത് കയറിക്കോ. നീ കയറി. ഇല്ല, ഓക്കെ.
മെല്ലെ അവള് മെല്ലെ മെല്ലെ. എന്നാ പോയിക്കോ. ആ ഇത് മെഷീനല്ലേ, തിരിച്ചെടുക്കണം. തിരിയൊന്നുമില്ല, മെഷീനല്ലാന്ന്, തിരിച്ചെടുക്കണം. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കയറി പോണത്. അത് കണ്ടോ, ഐ ലവ് ഓറഞ്ച് വാലിന്ന് നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ച് അവിടെ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ടെമ്പറേച്ചർ എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ ഏകദേശം നമ്മളൊരു ഊട്ടി പോയ ക്ലൈമറ്റിൻ്റെ അങ്ങനെ ഒരു സുഖമുണ്ട്. ആ ബ്ലൂ കളറായിട്ട് കാണുന്നതൊക്കെ വുഡ് പെയിൻ്റ് കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. ചിലപ്പോൾ രാത്രിയും കാണാൻ വേണ്ടിയിട്ടൊക്കെ ആവും ബ്ലൂ കളറാക്കിയിട്ട് കൊടുത്തത്. ഇവിടെ ക്യാമ്പ് ഫയറിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം മുതൽ മഴ ആയതുകൊണ്ട് ക്യാമ്പ് ഫയർ പോലെ ഇല്ലാന്നാ പറഞ്ഞത്. ഇവിടെ നമുക്ക് സൈക്കിൾ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കും പറ്റിയ സൈക്കിള് ഇവിടെ നമുക്ക് കിട്ടും. ഹലോ, നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടോ. എൻ്റെ ഫേവറേറ്റ് ചോക്കോസും സോസേജും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. 2-3 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ജ്യൂസസ് ഉണ്ട്. ഞാനും എമറും വിൻഡോ സൈഡിലാണ് ഇരുന്നത്. ഞങ്ങൾക്ക് പുറത്തേക്കൊക്കെ നോക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗി കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ചേരൊക്കെ പാർക്ക് കളിച്ചു കേട്ടോ. ഇന്ന് ഞങ്ങൾ പുതിയ റൂമൊക്കെ ഒന്ന് മാറി. ഈ റൂം ആദ്യത്തെ റൂമിലും കാട്ടി ബിഗാണ്. ഒരു ഹാളും ഒരു ബെഡ്റൂമും പിന്നെ ഒരു ബാൽക്കണിയാണ് ഈ റൂമിലുള്ളത്. ഈ റൂമിന്റെ പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇന്നലെ പൂള് കളിച്ചപ്പോൾ പാരഗ്ലിങ് കുറച്ച് ആൾക്കാർ ചെയ്യണ കണ്ടു. അത് കണ്ടിട്ട് പപ്പക്ക് അത് ചെയ്യണം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ മഴ വരാനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പപ്പക്ക് നല്ല ചെയ്യാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയപ്പോഴേക്കും ഇവിടെ മഴ തുടങ്ങി. മഴയൊക്കെ ചോർന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഇൻഡോർ ഗെയിംസ് കാണാൻ പോയി. ഇൻഡോർ ഗെയിംസ് ഇവിടെ കുറേ ഒന്നുമില്ല. ഞങ്ങൾ കുറച്ചുനേരം അവിടെ ക്യാരംസ് കളിച്ചിട്ട് ഞങ്ങൾ അവിടെ പോകും. ഫസ്റ്റ് ഡേത്തെ ഡിന്നർ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഇന്നും ബഫേ തന്നെയാണ്. 2 ടൈപ്പ് റൈസ് ഉണ്ട്, പിന്നെ ബ്രെഡ് ഐറ്റംസും ഉണ്ട്. ഫുഡ് കുറച്ച് എരിവുണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ദിവസം ബഫേ തന്നെയായിരുന്നു. പിന്നെ സ്വീറ്റ് ആയിട്ട് ഐസ്ക്രീമും ഗുലാബ് ജാമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഞാൻ സോസേജും കപ്പ് കേക്കും ആട്ടോ കഴിച്ചത്. ഇവിടുന്ന് നൂൽപുട്ടും പുരിയും ബ്രെഡൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയാലോ? ഇവിടുന്ന് നേരെ ഇന്നലെ പോയ പാർക്കൊക്കെയാണ്. ഒമ്മിക്കും പാരാഗ്ലൈഡിൽ കയറണം. ഈ കാണുന്നതാണ് വാഗമണിലെ ഗാർഡൻ. ഇതിൻ്റെ അടുത്ത് തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ആ കാണുന്നതാണ് ഫാം ഹൗസ്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഗൈസ്, നമുക്കിന്ന് പുതിയ വീഡിയോയിൽ കാണാം. ബൈ.